സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് സംസാരിച്ചിട്ട് ഞാൻ കുറെ കാലമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമകളെ കുറിച്ചിട്ട്, മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ അതിഗംഭീരമായിട്ടുള്ള അഭിനയ പാഠങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ അതൊന്ന് നിർത്തിയിട്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് മമ്മൂട്ടിയെ കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്. ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ മലയാളത്തില് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ മാത്രമാണ് ഉള്ളത് എന്നുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ അതിന് പുറകിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും അത് നിർത്തി ഞാൻ മറ്റു പല വിഷയങ്ങളിലേക്ക് കടന്നു. പക്ഷെ ഇന്ന് ഈ ഒരു സമയത്തെ നമുക്ക് ഒന്നുകൂടി കൂടുതൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു വർഷം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിലേക്ക് ഒരു ഗംഭീര രണ്ടാം തിരിച്ചുവരവ് ഉണ്ടാക്കപ്പെട്ട ഒരു സിനിമയുടെ 35 വർഷം കഴിയുന്ന, അതായത് 3.5 പതിറ്റാണ്ട് കഴിയുന്ന ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അദ്ദേഹം ഒരു വില്ലനായിട്ട്, ഒരു ഒത്ത വില്ലനായിട്ട് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ നാടിന്റെ ഒരു പച്ചപ്പ് പോലും കാണിക്കാതെ പരിപൂർണമായിട്ടും ഡൽഹിയിൽ വെച്ച് ചിത്രീകരിച്ച ഒരു സിനിമയുണ്ട്, ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ് ഈ പെട്ടി കുട്ടി എന്ന് പറയുന്ന ഒരു പറച്ചിലുകളെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും അദ്ദേഹത്തെ ഒരു നല്ല ഒരു നടൻ എന്ന രീതിയിൽ മലയാളികളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു ന്യൂഡൽഹി എന്ന് പറയുന്ന ആ ഒരു സിനിമ. ഒരൊത്ത വില്ലൻ, ഒരു അടിപൊളി വില്ലൻ എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന വിധത്തിൽ തന്നെയായിരുന്നു ആ സിനിമ മുന്നോട്ട് പോയത്. ഇന്ന് ഈ ഒരു സമയത്ത് ആ ഒരു സിനിമയിലേക്ക് നോക്കുന്ന സമയത്ത് ചില പേരുകളൊക്കെ വളരെയധികം അട്രാക്റ്റ് ആവുന്ന രീതിയിലായിരുന്നു. പലപ്പോഴും ചില പണ്ടത്തെ സിനിമകളിലെ, മമ്മൂട്ടി സിനിമകളിലെ ചില പേരുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. GK എന്നുള്ള ഒറ്റ പേരോട് കൂടിയിട്ട്, GK കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു അട്രാക്റ്റീവ് നെയിമോട് കൂടിയിട്ടാണ് ആ ഒരു സിനിമയിലേക്ക് മമ്മൂട്ടി വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഈ സിനിമയെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് നല്ല വില്ലത്തരം കാണിച്ച അല്ലെങ്കിൽ ഒരു അടിപൊളി സിനിമ എന്ന രീതിയിലാണ്. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ആണൊരുത്തന്റെ, GK കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആ ഒരു ആണൊരുത്തിന്റെ സിനിമ മാത്രമായി കണ്ട ആ ഒരു സിനിമയെ അങ്ങനെ മാത്രമല്ല എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പുതിയ എഴുത്ത്. ആ ഒരു എഴുത്ത് നിങ്ങളിലേക്ക് ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് വായിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇന്ന് ആ ഒരു സിനിമയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഈ 35 വർഷം കഴിഞ്ഞു നിൽക്കുന്ന ആ ന്യൂഡൽഹിയുടെ ഈ ഒരു സമയത്ത് ആ സിനിമയിലെ മരിയ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിലത്തെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള ചില വായനകൾ നടക്കുന്നുണ്ട്. ഇവിടെ യാക്കോബ് തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, എനിക്ക് അദ്ദേഹത്തെ വലിയ പരിചയമൊന്നുമില്ല, തീരെ പരിചയം എന്ന് പറയാം. അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ്. അദ്ദേഹത്തിന്റെ കൺസെന്റ് ചോദിക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ബി അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. യാക്കോബ് തോമസിന്റെ ഫോട്ടോ ഞാൻ അവിടെ വെക്കാം. അദ്ദേഹം എഴുതിയ ഒരു എഴുത്തിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ ഈ 18ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവത്തെ കുറിച്ചും അതിന്റെ ഭാഗമായിട്ട് പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ കൂടി ജോലിക്ക് ഇറങ്ങിയതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ ചരിത്രപരമായി സംസാരിച്ചു വന്നുകൊണ്ടാണ് മമ്മൂട്ടിയെ രണ്ടാമതായിട്ട് ജീവൻ കൊടുക്കാൻ ശ്രമിച്ച ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച്, ആ ഒരു തിരക്കഥാകൃത്തിനെ കുറിച്ച്, ആ ഒരു നല്ല എഴുത്തുകാരനെ കുറിച്ചെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ഡെന്നിസ് ജോസഫ് മമ്മൂട്ടിയെ പോലെ ഒരു താരത്തിന്റെ ഹീറോയിസത്തിന് പറ്റുന്ന കഥയെന്ന് തോന്നുമെങ്കിലും സൂക്ഷ്മാർത്ഥത്തിൽ നായകൻ വില്ലൻ സ്വഭാവത്തിൽ പരിവർത്തിക്കുന്ന പരിണാമവും പ്രകടമാണ് ചിത്രത്തിൽ. ഇതിലെ നായകൻ എന്നുള്ള ഒരു കഥാപാത്രം മാത്രമായിട്ട് മമ്മൂട്ടി എടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം അവസാനമായിട്ട് എത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു ഒത്ത വില്ലൻ, നല്ല കൊലപാതകങ്ങൾ വളരെയധികം കണ്ണിങ് ആയിട്ട് നടത്തുന്ന, നല്ല കൊലപാതകം എന്ന് പറയാൻ കഴിയുമെന്ന് അറിയില്ല, നമ്മുടെ സിനിമയുടെ ഭാഷയിൽ നമുക്ക് നല്ല രസകരമായി നടത്തിയ ആ കൊലപാതകങ്ങൾ കണ്ണിങ് ആയി നടത്തുന്ന ഒരു വില്ലനായിട്ട് നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെടുക്കാം. വെറും നായക എന്ന രീതിയിലേക്ക് അപ്പുറം GK എന്ന് പറയുന്ന, G കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആ പേര് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പത്രക്കാരനോടൊപ്പം തന്നെ നീതി അയാൾക്ക് വേണ്ടിയിട്ടുള്ള നീതിയാണോ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീതിയാണോ, അല്ലെങ്കിൽ പത്രധർമ്മമാണോ അദ്ദേഹം അവിടെ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തൊക്കെയായാലും ഇവിടെ തന്റെ ശത്രുവിനോട്, ശങ്കറിനോട് പ്രതികാരം ചെയ്യുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. നമുക്ക് ഈ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് ആദ്യം മരിയയുടെ ഓർമ്മയിലൂടെ കഥ പറയുകയും പിന്നീട് GKയുടെ ഓർമ്മകളെ ആഖ്യാനിക്കുകയും ചെയ്ത് രണ്ടാം ഭാഗത്ത് വർത്തമാനകാലമായി സമകാലിക സംഭവങ്ങൾ പറയുന്ന സിനിമാഖ്യാന രീതി സിനിമയുടെ കേന്ദ്രം നായകനല്ലെന്ന് പറയുന്നുണ്ട്. അതായത് നായകനോടൊപ്പം നായികയും സവിശേഷമായി ചേർത്ത് വെക്കുന്നത് കാണാം ഈ ഒരു സിനിമയില്. ഇതാണ് ഞാൻ ഈ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നത്. മമ്മൂട്ടിയുടെ മാത്രം സിനിമയല്ല ന്യൂഡൽഹി, ഇത് മരിയ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ കൂടി സിനിമയായിട്ട് ഇതിൽ പറയുന്നുണ്ട്.
ഇവരെ എഴുത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. സിനിമയുടെ തുടക്കത്തിലെ ഓർമ്മകൾ മരിയയിൽ നിന്നാണ് തുടങ്ങുന്നത്. നായകന്മാർക്ക് ആണത്തപരമായ പേരുകളിടുന്ന സിനിമ പൊതുവിൽ സ്ത്രീകളെ അങ്ങനെ പരിചരിക്കുന്നത് കാണാറില്ല. ഒരു ആണത്തപരമായിട്ടുള്ള പേരുകളൊക്കെ ആണുങ്ങൾക്ക് ഉണ്ടാവുമെങ്കിലും അതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളൊന്നും പലപ്പോഴും നായികൾക്ക് കൊടുക്കാറില്ല. ഇവിടെ നായികയ്ക്ക് ഒരു പൗരുഷം സ്ഫുരിക്കുന്ന പേരാണ് നൽകുന്നത് മരിയ ഫെർണാണ്ടസ്. മലയാളി നസ്രാണിയായ മരിയ മോഹിനിയാട്ട കലാകാരിയായി ദില്ലിയിൽ സ്കൂൾ നടത്തുന്നു. തന്റെ സ്ഥാപനത്തെക്കുറിച്ച് ഫീച്ചർ ചെയ്യാൻ സുഹൃത്തായ JKയെ സമീപിക്കുന്നിടത്ത് അവരുടെ ബന്ധം തുടങ്ങുന്നു. മരിയ കേരളത്തിൽ പഠിച്ചിട്ട് ന്യൂഡൽഹിയിൽ വന്ന് ഡാൻസ് സ്കൂൾ നടത്തുകയാണ്. ആ സ്കൂളിൽ നിന്നാണ് അവളുടെ വർത്തമാനകാല ഓർമ്മകൾ തുടങ്ങുന്നത്. കേരളത്തിൽ നിന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന ബോധത്തിന്റെ പ്രകടനമാണ് മരിയയുടെയും JKയുടെയും ദില്ലിയിലേക്കുള്ള കുടിയേറ്റം പറയുന്നത്. അങ്ങനെ തന്റെ ഡാൻസ് സ്കൂൾ മികച്ചൊരു സ്ഥാപനമാക്കി മാറ്റാനുള്ള കഠിന ശ്രമത്തിന്റെ ഭാഗമായിട്ട് മരിയ JKയെ സമീപിക്കുന്നു. തന്റെ സ്ഥാപനത്തെക്കുറിച്ച് ഫീച്ചർ ചെയ്യാൻ JKയെ നിർബന്ധിക്കുമ്പോൾ താല്പര്യമില്ലാത്ത JK തന്നെ ഒഴിവാക്കി ശ്രമിക്കുന്നു. താൻ ദില്ലിയിൽ വന്നതിനെ കുറിച്ചും തന്റെ സ്ഥാപനത്തെക്കുറിച്ചും വളരെ ശക്തമായി മരിയ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ JK അവളുടെ പടം കാരിക്കേച്ചറായി വരച്ച് കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ ശക്തമായി വീണ്ടും സംസാരിക്കുമ്പോൾ സ്ത്രൈണതയല്ല പുരുഷത്വമാണ് കാണുന്നെന്ന് പറഞ്ഞ് ആ ഒരു കാരിക്കേച്ചറിന് മീശ വരച്ച് നൽകുന്നുണ്ട്. ഇതോട് കൂടിയിട്ട് ആ ഒരു സിനിമയുടെ എല്ലാ രീതികളും ഭാവങ്ങളൊക്കെ മെല്ലെ മെല്ലെ മാറുന്നുണ്ട് എന്നർത്ഥം. ഈ ഒരു സിനിമയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇതിലൊരു വീട്, ഇവരെ കുടുംബം, ഒരു അടുക്കള, അവര് എപ്പോഴെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്ന രീതികൾ, അങ്ങനത്തെ സംഗതികളൊന്നും ഈ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കത്തില്ല. ഈവൻ അനിയത്തിയായിട്ട് അഭിനയിക്കാൻ വന്നിട്ടുള്ള ഉർവശി പോലും എപ്പോഴെങ്കിലും അവരൊരു ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ടോ മറ്റും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ അതേ സമയം തന്നെ ചില ചോദ്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. വീട് എന്നുള്ള സംഗതി ഒന്നും കാണിക്കുന്നില്ല. എന്നാൽ അതേസമയം തന്റെ കാമുകനായിട്ടുള്ള തന്റെ സുഹൃത്തായിട്ടുള്ള സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആ ഒരു കഥാപാത്രത്തിനൊപ്പം തന്നെ വേഷം മാറിയിട്ട് റിസ്കി ആയിട്ടുള്ള ജോലികളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അനിയത്തി കഥാപാത്രമായിട്ടുള്ള ഉർവശി പോകും നമുക്ക് കാണാം. അതിനെ പറ്റിയിട്ട് എഴുതിയത് എങ്ങനെയാണ്? നായകനൊപ്പം സഞ്ചരിക്കുന്ന രണ്ടു സ്ത്രീ കഥാപാത്രങ്ങൾ വന്നിട്ടും വീടോ അതിലെ ഗാർഹികതയോ പേരിന് പോലും കടന്നു വരുന്നില്ല എന്നാണ് ന്യൂഡൽഹി എന്ന സിനിമയെ സവിശേഷമായി രാഷ്ട്രീയവൽക്കരിക്കുന്നത് കാണാം. സ്ത്രീയുടെ ഇടം വീടാണെന്നും അതിന്റെ ഗാർഹികതയെ പൂരിപ്പിക്കുന്ന സ്ത്രീയുടെ ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞാണ് കേരള നവോത്ഥാനത്തിന്റെ ആശയധാരികൾ സ്ത്രീകളെ നിർവചിച്ചത്. എന്നാൽ ആ നിർവചനങ്ങളെ പാടെ നിഷേധിച്ചാണ് സിനിമ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളം ആ സിനിമയിൽ കടന്നു വരാത്തതും ഡൽഹി നഗരം നിരന്തരം കടന്നു വരുന്നതും. നഗരത്തില് വീടുകളും അതിന് സങ്കല്പങ്ങളും ഉണ്ടെങ്കിലും തൊഴിൽശാലകളും അധികാര കേന്ദ്രങ്ങളും ഏറെയുള്ള ഡൽഹിയിൽ വീടിനല്ല പ്രാധാന്യമെന്നും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെയാണ് സ്ത്രീകൾ നിരന്തരം തങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിരന്തരം സഞ്ചരിക്കുന്നത് ദൃശ്യവൽക്കരിക്കപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭാഷ അല്പം ചിലപ്പോ കട്ടിയായിട്ട് തോന്നുമെങ്കിലും പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. വീട് എന്നുള്ള ആ ഒരു സംഗതിക്ക് വലിയ പ്രാധാന്യമൊന്നും ആ സിനിമയ്ക്കില്ല. അത് കേരള ഒരു പശ്ചാത്തലമായിട്ട് വരുന്ന സിനിമകൾക്കെല്ലാം വീട്, അടുക്കളക്ക് ഒരു വലിയ പ്രാധാന്യമായിട്ട് വരും. പക്ഷെ ഡൽഹിയിൽ അതല്ല, തൊഴിലിടമാണ്, തങ്ങൾ ജോലി ചെയ്യുന്ന ഇടമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് വരുന്നത്. മറ്റെല്ലാം ഒരു ജീവിതത്തിന്റെ ഭക്ഷണത്തിന് ഒരു ഭാഗമായിട്ട് മാത്രമാണ് അവിടെ വരുന്നതെന്ന് കൂടി ഇതിൽ പറയുന്നത്. ഇതിൽ സുമയുടെ ജോലിക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നഗരവും കരിയറും എങ്ങനെയാണ് സ്ത്രീകളെ മാറ്റുന്നത് കാണാം. പത്രപ്പത്തിന്റെ ഭാഗമായി സുമ നിരന്തരം നഗരത്തിലൂടെ സഞ്ചരിക്കുന്നു. അങ്കോളിയൻ രാജാവ് ദില്ലിയിലെത്തുമ്പോൾ സ്വന്തം സുരക്ഷ അവഗണിച്ച് കള്ളവേഷത്തിൽ പള്ളിയിൽ കയറിപ്പറ്റി അദ്ദേഹം രാജാവിനെ തട്ടിപ്പ് കൊണ്ടുപോകുന്നവരുടെ ഫോട്ടോ എടുക്കുന്നു. ജീവൻ അപകടത്തിലാകാവുന്ന ഒരു നീക്കമാണ് അവൾ സൂക്ഷ്മമായി നടത്തുന്നത്, അതും രാത്രിയിൽ. അങ്ങനെ രാത്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെല്ലാം മോശക്കാർ എന്ന് പറയപ്പെടുന്ന ഒരു സിനിമ കേന്ദ്രീകൃത ഒരു കേരളത്തിൽ നിന്ന് അതൊന്നും മോശക്കാരല്ല, അല്ലെങ്കിൽ അതൊന്നും മോശമായ ഒരു ഏർപ്പാടല്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് 35 വർഷം മുമ്പ് എടുത്ത ആ ഒരു സിനിമയിൽ എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കണം. ഈവൻ തങ്ങൾ ചെയ്യുന്ന ജോലിയെ സഹോദരൻ അംഗീകരിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ സുമ അനിയത്തി, നമ്മുടെ ഉർവശി കഥാപാത്രം ശക്തമായി പൊട്ടിത്തെറിക്കുന്നുണ്ട്. തൊഴിലിടത്തിലെ നീതിക്ക് വേണ്ടിയിട്ടും തങ്ങളുടെ അധ്വാനത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു പ്രതിഷേധമെന്ന് വ്യക്തം. അന്നു മുതലേ ഇത്തരം കാര്യങ്ങൾ സിനിമയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞു വെക്കാം. നായകനൊപ്പം സഞ്ചരിക്കുന്ന രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഹീറോയുടെ തലത്തിലേക്ക് പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ മരിയ ഫെർണാണ്ടസ് മാറിപ്പോവുകയാണ്. സവിശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എന്ത് ചെയ്യണമെന്ന് ഒരു പ്ലാനും ഇല്ലാതിരിക്കുന്ന ജികെയെ നിർബന്ധിച്ച് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജികെ ഒരു പത്രസ്ഥാപനം തുടങ്ങണമെന്ന് JK കൊണ്ട് നിർബന്ധിച്ച്
JK കൊണ്ട് ആ പത്രസ്ഥാപനം തുടങ്ങിപ്പിച്ച് JKയുടെ മനസ്സിലേക്ക് താൻ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ ഒരു നിമിഷങ്ങളെ, അതേപോലെ തന്നെ JKയുടെ ശരീരത്തിന് പറ്റിയ വേദനകളെ, ആ ഒരു മുറിപ്പാടുകളെ, കാലൊടിഞ്ഞതിനെ മുഴുവൻ പരിപൂർണമായിട്ട് മനസ്സിലാക്കി കൊടുത്ത് ഒരു പ്രതികാരവാജ്ഞയിലേക്ക് ആ മമ്മൂട്ടി കഥാപാത്രമായിട്ടുള്ള JKയെ കൊണ്ടെത്തിക്കുന്നത് മരിയാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഒരുക്കി കൊടുക്കുന്നത്. കാർ ഒരുക്കി കൊടുക്കുന്നത്, ഒരു സ്ഥാപനം ഒരുക്കി കൊടുക്കുന്നത്, ഒരു പത്രം ഒരുക്കി കൊടുക്കുന്നത്. ആ പത്രത്തിലെ ഏറ്റവും നല്ല വാർത്തകൾ വന്നിട്ടേ ആ പത്രം ഇറങ്ങുകയുള്ളൂ എന്ന് പറയുമ്പോൾ മരിയയ്ക്ക് അറിയാം എന്തായിരിക്കും ആ നല്ല വാർത്ത എന്ന്. തങ്ങളെ ദ്രോഹിച്ചവരുടെ കൊലപാതകമാണ് ആ നല്ല വാർത്തകൾ എന്ന് മരിയയ്ക്ക് അറിയാം. അതിനുവേണ്ടി നിശബ്ദമായിട്ട് കാത്തു നിൽക്കുന്നത് പോലും മരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നിശബ്ദമായിട്ട് എക്സിക്യൂട്ട് ചെയ്തത് മരിയ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കഥാപാത്രമാണെന്നും ഈ ഒരു സിനിമ മമ്മൂട്ടി സിനിമയേക്കാൾ കൂടുതൽ ഇതൊരു മരിയ ഫെർണാണ്ടസിന്റെ ഒരു സ്ത്രീയുടെ സിനിമയായിട്ട് മാറുന്നുവെന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഈ 35 വർഷത്തിന് ഇപ്പുറം ഇരുന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് ഇദ്ദേഹം വ്യക്തമായിട്ടും ഈ ഒരു ലേഖനത്തിൽ എഴുതി വെക്കുന്നുണ്ട്. നോക്കൂ, JK ചീഫ് എഡിറ്റർ ആയിട്ട് ഇദ്ദേഹം പത്രസ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത ശേഷമാണ് മരിയ സുമയോടും JKയോടും സംസാരിക്കുന്നത് തന്നെ. JKയേക്കാൾ ചില നിശ്ചയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ഈ തീരുമാനം തെളിയിക്കുന്നു. സ്ത്രീകൾ ജോലി ചെയ്ത് പണമുണ്ടാക്കി സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിക്കുന്നവരാണ് മലയാള സിനിമ ചിത്രീകരിക്കുന്നത് വളരെ അപൂർവമാണ്. അവിടെയാണ് മരിയ തന്റെ പണം കൊണ്ട് ദില്ലിയിൽ പത്രസ്ഥാപനം തുടങ്ങുന്ന കഥ വരുന്നത്. മരിയ JKയോട് പറയുന്നുണ്ട്, കടം തരുന്നതായിട്ട് കരുതിയാൽ മതി, ഇത് ലാഭം കിട്ടുമ്പോൾ എനിക്ക് തിരിച്ചു തന്നാൽ മതി. അതായത് സ്ത്രീകൾ പണം സമ്പാദിക്കുക, അതുകൊണ്ടൊക്കെ സ്ഥാപനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ആ ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് വളരെ അത്ഭുതമായിരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ട് ഇത് അന്ന് അങ്ങനെ ചർച്ച ചെയ്തില്ല എന്ന് അത്ഭുതത്തോടെ മാത്രമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഈ എഴുത്ത് അതിഗംഭീരമാണ്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അവസാനം എല്ലാ ലക്ഷ്യത്തിനെയും അവസാനത്തിലേക്ക് അടുക്കുന്ന സമയത്ത് തന്റെ കയ്യിൽ നിന്ന് തന്നെ ബലാത്സംഗം ചെയ്ത് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന, മന്ത്രിയായിട്ട് നടക്കുന്ന, കേന്ദ്രമന്ത്രിയായി നടക്കുന്ന ആ ഒരു മനുഷ്യനെ കൊന്നു കളയുന്ന പോലും മരിയ ഫെർണാണ്ടസ് ആണ്. അവളുടെ തീരുമാനമായിരുന്നു എല്ലാം എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത് പോലും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ മമ്മൂട്ടിയുടെ സിനിമ മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഈ ഒരു ലേഖനം അവസാനിക്കുന്നത്. സുഹൃത്തുക്കളെ, കഴിയുമെങ്കിൽ ട്രൂ കോപ്പിയിൽ ഈ ഒരു ലേഖനമുണ്ട്, എടുത്ത് വായിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതുപോലെ തന്നെയാണോ നിങ്ങളും ചിന്തിച്ചിട്ടുള്ളെങ്കിൽ ആ ഒരു അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് എഴുതാൻ കൂടി ശ്രമിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.